ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്തൊരു സാറ്റ ക്വസ്റ്റ്യനിലോട്ട് സ്വാഗതം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് വിത്ത് ക്ലോസ്ട്രിഡിയോസ് ഡിഫിസിലി സി ഡിഫ് ഇൻഫെക്ഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രിക്വേഷൻസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ആർ അപ്രോപ്രിയേറ്റ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് സി ഡിഫിൻ്റെ പ്രിക്വേഷൻസും ഇൻ്റർവെൻഷൻസും ആണ്. അപ്പോൾ എല്ലാം മനസ്സിൽ കൂടെ പോകണം കേട്ടോ. സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ, ബി കെയർഫുൾ, നെഗറ്റീവ് മാർക്കുണ്ട്. ആൻസർ എ വരുന്നത് യൂസ് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് സാനിറ്റൈസർ. ബി വെയർ ഗ്ലൗസ് ആൻഡ് ഗൗൺസ് വെൻ എൻറ്ററിംഗ് ദ റൂം. സി യൂസ് സോപ്പ് ആൻഡ് വാട്ടർ ഫോർ ഹാൻഡ് ഹൈജീൻ. ഡി പ്ലേസ് ദ ക്ലയൻറ്റ് ഇൻ എ പ്രൈവറ്റ് റൂം. ഇ ഡിസിൻഫെക്റ്റൻറ്റ് സർഫേസ് വിത്ത് ബ്ലീച്ച് ബേസ്ഡ് ക്ലെൻസർ. എഫ് വെയർ ആൻ N95 റെസ്പിറേറ്റർ. ഈ N95 റെസ്പിറേറ്റർ സി ഡിഫിന് വേണോ? അതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? എയർബോൺ. സി ഡിഫ് എന്താണ്? കോണ്ടാക്ട് പ്രിക്വേഷൻസ്. അപ്പം N95 ആവശ്യമില്ല. അപ്പം നമ്മൾ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഗ്ലൗസ് ആൻഡ് ഗൗൺ വെൻ എൻറ്ററിങ് ദ റൂം, അത് വേണം. പിന്നെ യൂസ് ആൽക്കഹോൾ ബേസ്ഡ് കൊണ്ട് എന്തെങ്കിലും എഫക്റ്റീവ് കിട്ടുമോ സി ഡിഫിന്? സി ഡിഫിന് ആൽക്കഹോൾ ഉപയോഗിക്കാനേ പാടില്ല. ഉപയോഗിക്കേണ്ട ഓൾവേസ് ഹാൻഡ് ഹൈജീന്, സോപ്പ് ആൻഡ് വാട്ടർ. അപ്പം ആൻസർ സിയും കറക്റ്റായി. പിന്നെ പ്ലേസ് ദ ക്ലയൻറ്റ് ഇൻ എ പ്രൈവറ്റ് റൂമിൽ ഇടണ്ടേ? അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കും പകരത്തില്ലേ? പിന്നെ ഈ ഡിസിൻഫെക്റ്റൻറ്റ് സർഫേസ് വിത്ത് ബ്ലീച്ച് ബേസ്ഡ് ക്ലെൻസർ. പല കോമൺ ഏജൻറ്റിനോടും ഈ സി ഡിഫ് ഇൻഎഫക്റ്റീവാണ്. പക്ഷേ ബ്ലീച്ച് ബേസ്ഡ് ഉപയോഗിച്ച് നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആകും. ഇത് മന്ത്സ് വരെ സർഫേസിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇതിൻ്റെ അണുക്കൾ. അപ്പം നമ്മുടെ ആൻസർ കറക്റ്റ് ഏതൊക്കെയാണ്? ബി, സി, ഡി, ഇ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ റാഷണൽസും നോക്കണം. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നോക്കി പഠിക്കണം. ബ്രീഫ് നോട്ട് എഴുതണം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. താങ്ക്